ഈ വെട്ടിച്ചിറ ടോൾ പ്ലാസ പാക് അധീന കാശ്മീരായിട്ടോ അല്ലെങ്കിൽ ഇന്ത്യ പാക് ബോർഡറായിട്ടോ പ്രഖ്യാപിക്കേണ്ടി വരും. കാരണം എല്ലാ ദിവസവും അവിടെ അടിയാണ്, എല്ലാ ദിവസവും പ്രശ്നമാണ്. വന്ന് KSRTC ബസ് വരെ കടത്തിവിടാത്ത വിധത്തിൽ അവിടെ വെട്ടിച്ചിറ ടോൾ പ്ലാസയുടെ പണപ്പിരിവ് നടത്തുന്ന ഗുണ്ടകൾ പ്രതികരിച്ചു തുടങ്ങി എന്നുള്ളതാണ് നമുക്ക് ഈ വിഷ്വലിൽ നിന്ന് കാണുന്നത്. കണ്ണൂർ ജില്ലയിലെ ആലക്കോട് നിന്ന് ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടത്തേക്ക് ഇന്നലെ രാത്രി പോയ ബസ്സാണ്. വെട്ടിച്ചിറ ടോൾ പ്ലാസയിലെത്തിയപ്പോൾ ഫാസ്ടാഗിൽ പൈസ ഉണ്ട്, പക്ഷേ ഫാസ്ടാഗ് റീഡ് ആവുന്നില്ല, അതിൽ പൈസ ഇല്ല എന്നുള്ള രീതിയിലാണ് ടോൾ പ്ലാസയിലെ അധികൃതർ പെരുമാറിയത്. പക്ഷേ ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് കൃത്യസമയത്ത് നേരം വെളുക്കുമ്പോഴേക്ക് നെടുങ്കണ്ടത്ത് എത്തേണ്ടതുണ്ട്. അങ്ങനെയാണല്ലോ നമ്മൾ രാത്രിയിലെ യാത്രകളൊക്കെ ക്രമീകരിക്കുന്നത്. അതായത് നമുക്ക് രാത്രി ഒന്ന് ഉറങ്ങി യാത്ര ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ കൃത്യസമയത്ത് എത്തേണ്ട സ്ഥലത്ത് എത്തും എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ രാത്രി യാത്ര സ്വീകരിക്കുന്നത്, ബസ്സുകളിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും എവിടെയാണെങ്കിലും. പക്ഷേ ഇതുപോലുള്ള ടോൾ പ്ലാസകളിൽ ബസ്സുകൾ അതിനകത്ത് ടോൾ പ്ലാസയിലെ ഫാസ്ടാഗിൽ നിന്ന് പൈസ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് പണം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ബസ് തടഞ്ഞു നിർത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിന് എതിരെയുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകും. ഇത് കുറച്ച് സമയം ബസ് തടഞ്ഞു നിർത്തിയിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി. ഫാസ്ടാഗിൽ പൈസ ഉണ്ട്, നിങ്ങൾ റീഡ് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞപ്പോൾ അവർ റീഡ് ചെയ്തു ഇല്ല എന്ന് പറഞ്ഞു. ബസ്സിൻ്റെ ഡ്രൈവറും കണ്ടക്ടറും പറഞ്ഞു അതിനകത്ത് പൈസ ഉണ്ട്, വേറെ പൈസ ഒന്നും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് തർക്കമായി. ഒടുവിൽ കണ്ടക്ടർ ഇറങ്ങി വന്നു, ഡ്രൈവറും ഇറങ്ങി വന്നു. കണ്ടക്ടർ ഇറങ്ങി വന്നിട്ട് തടസ്സം വെച്ച സാധനങ്ങൾ എടുത്ത് മാറ്റാൻ നോക്കിയപ്പോൾ അവിടെ സെക്യൂരിറ്റി അല്ല, ഗുണ്ട എന്ന് വേണം പറയാം. ആ ഗുണ്ട തിരിച്ച് വീണ്ടും ഇതേ സാധനം അവിടെ വെക്കാൻ ശ്രമിച്ചു. കണ്ടക്ടർ വീണ്ടും അതെടുത്ത് മാറ്റാൻ ശ്രമിച്ചു. പിന്നെ ഒരുപാട് സമയം തർക്കമായി. ഈ തർക്കത്തിന് സമയത്തൊന്നും ബസ്സിലുള്ള ആളുകൾ ആരും പുറത്തിറങ്ങി വന്നിട്ട് ഇവരെ കൂടെ നിന്ന് സംസാരിക്കാനോ തർക്കിക്കാനോ ഒന്നുമില്ല. കാരണം ഒരുപക്ഷെ അവരെല്ലാം ഉറക്കമായിരിക്കാം, രാത്രിയിലെ യാത്രയല്ലേ. അപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് കുറച്ച് നാട്ടുകാർ വന്നു. അവിടെ ഇത് കണ്ടുകൊണ്ടിരുന്ന ആളുകൾ വന്നിട്ട് ഈ ടോൾ പ്ലാസയുടെ അധികൃതർക്കെതിരെ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ കുറച്ചും കൂടി കണ്ടക്ടർക്ക് ധൈര്യമായി. കണ്ടക്ടർ ഈ വെച്ച സാധനങ്ങൾ എടുത്ത് മാറ്റി വീണ്ടും അവിടെയുള്ള ഓറഞ്ച് കളർ ഇട്ടിട്ടുള്ള ചങ്ങാതി എടുത്ത് വീണ്ടും വണ്ടിക്ക് തടസ്സം വെച്ചു. അവസാനം കണ്ടക്ടർ ഡ്രൈവറോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ഈ വണ്ടി എടുക്കാൻ പറഞ്ഞു. ഈ തടസ്സം വെച്ച സാധനമൊക്കെ മാറ്റാമെന്ന് പറഞ്ഞു. വണ്ടി എടുത്തു. അതിന് ചെക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള ചെക്ക് പോസ്റ്റ് അവരടിച്ച് മാറ്റിയിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. ഈ നമ്മൾ അധികൃതർ ഈ വിഷയം വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു കാര്യമാണ്. കാരണം ഇത് ഒന്നും രണ്ടും തവണയല്ല, ഒരുപാട് തവണയായിട്ട് ഈ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ടോൾ പ്ലാസകളിൽ കൃത്യമായിട്ട് അവിടെ പരിശോധനയോ കാര്യങ്ങളോ ഒന്നും ഇല്ല എങ്കിൽ, ഇവർക്ക് തോന്നുന്ന വിധത്തിലുള്ള ഗുണ്ടായസിലൂടെ നടത്താം എന്ന രീതിയിലാണെങ്കിൽ നാട്ടുകാർ അത് തല്ലിപ്പൊളിക്കുന്ന കാലം അതിവിദൂരമല്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ടോൾ പ്ലാസകൾ ആവശ്യമാണ്. കാരണം റോഡ് നിർമ്മിച്ചു, അതിൻ്റെ പൈസ പിരിക്കുന്നു, ഓക്കെ ശരി. പക്ഷേ ഇതിനൊക്കെ ഒരു നിയന്ത്രണം വേണം. അതായത് ടോൾ പ്ലാസകളിൽ ഗുണ്ടകളെ വെച്ചല്ല പിരിക്കേണ്ടത്. വിദേശ രാജ്യങ്ങളിൽ കാണുന്ന പോലെ ഇവിടെ നടപ്പിലാക്കി എന്ന് പറഞ്ഞിട്ടാണ് ഫാസ്ടാഗ് എന്ന് പറയുന്ന സംവിധാനം കൊണ്ടുവന്നത്. 10 സെക്കൻഡ് കൂടുതൽ ഒരു വാഹനത്തിൽ നിന്ന് പണപ്പേ പിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ആളുകൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. അതായത് വാഹനം 10 സെക്കൻഡിൽ കൂടുതൽ അവിടെ തടസ്സപ്പെട്ട് പോകരുത് എന്നുള്ളത്. പക്ഷേ ഇവിടെ മണിക്കൂറുകളോളം വാഹനം തടസ്സപ്പെടുന്ന ഒരു കാഴ്ചയാണുള്ളത്. അപ്പം ഈ KSRTC ബസ്സിനുണ്ടായ സംഭവങ്ങൾ കൂടി ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് അധികൃതർ ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാവണം എന്ന് മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത്.